ഭീകരവാദത്തിനെതിരെ ലോകം ഒരുമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും NSI തലത്തിലുള്ള യോഗങ്ങൾക്ക് കൃത്യമായ ചട്ടക്കൂടുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക നേതൃയോഗത്തിലായിരുന്നു മോദിയുടെ വാക്കുകൾ. 2030 ഭാരതവും കാനഡയുമായുള്ള വാണിജ്യ ഇടപാടുകൾ $50 ബില്യൺ ഉയർത്താനും ധാരണയായി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ഉൾപ്പെടെ പ്രധാനമന്ത്രി ചർച്ച നടത്തി. പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, ഭീകരവാദത്തിനെതിരെ ലോകം ഒരുമിക്കണം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ല എന്നുള്ളതുകൂടി വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് എന്തെല്ലാം സുപ്രധാനമായ പ്രമേയങ്ങളാണ് G20 ഉച്ചകോടിയുടെ ഭാഗമായി നടന്നത്? രോഹിണി, തീർച്ചയായും ഇന്ന് G20 ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ ചർച്ചകൾ നടക്കുകയും വിവിധ സംവിധാനങ്ങളുടെ, അതായത് ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക സംഘടനാ സംവിധാനങ്ങളുടെ എല്ലാം തന്നെ ചർച്ചകൾ നടക്കുകയും ചെയ്തു. നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരവാദത്തിനെതിരെ ആഗോള ധാരണയിൽ G20 രാജ്യങ്ങൾ ഐക്യപ്പെടണമെന്ന ഒരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചത്. മാത്രമല്ല, ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഇരട്ടത്താപ്പ് പാടില്ല. അതായത് എല്ലാ ഭീകരതയും ഒരേ തരത്തിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്നും കൃത്യമായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ബ്രസീൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. UN-നെതിരെ കൃത്യമായൊരു നിലപാട് അറിയിച്ചു ഭാരതം എന്നതാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ G20 സമ്മേളനം നടന്ന വേളയിലും UN-ന്റെ ചില സംവിധാനങ്ങൾക്കെതിരെ കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വെച്ചിരുന്നു. UN ഒരു ഔട്ട്ഡേറ്റഡ് ആയ സംവിധാനമായി മാറുന്നു എന്ന ഒരു നിലപാട് ഭാരതം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നും ഭാരതം കൃത്യമായി ആ വിഷയത്തിൽ ഊന്നി നിൽക്കുകയാണ്. ഈ ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്മേളനത്തിലും ഇക്കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. ശക്തമായ സാമ്പത്തിക സാധ്യതകളും സാമ്പത്തിക ശക്തിയായും അതുപോലെ തന്നെ മറ്റു സാമൂഹ്യ രംഗത്തെ രാഷ്ട്രകൂട ശക്തികളായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നിട്ട് കൂടി ഈ മൂന്ന് രാജ്യങ്ങളും UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങളല്ല എന്ന ഒരു വിചിത്രമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഇതെല്ലാം തന്നെ ആഗോള തലത്തിൽ ഒരു തുല്യത നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ ലോക സംഘടനകൾ, UN പോലുള്ള ലോക സംഘടനകൾ ലോകരാഷ്ട്രങ്ങളെ പ്രതിദാനം ചെയ്യുന്നില്ല എന്ന നിലപാടും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ മാർക്ക് കാർണിയുമായും ജോർജിയോ മെലണിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മാർക്ക് കാർണിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമുണ്ടായത് 2030 $50 ബില്യൺ ഭാരതവും കാനഡയും തമ്മിലുള്ള ബന്ധം വാണിജ്യ ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണയും ഉണ്ടായി എന്നാണ്. ധാരണയായി, അതിനുള്ള ഡ്രാഫ്റ്റും തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് അനുസൃതമായി ചെയ്യാവുന്ന കാർഷിക രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗങ്ങളിൽ നടത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഇന്നോവേഷൻ രംഗത്തെ സഹകരണങ്ങളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി പ്രതിപാദിക്കുകയും ചെയ്തു. അതുപോലെ മറ്റു രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇടപെടുന്ന ഒരു രീതി ഭാരതം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് G20 രാജ്യങ്ങൾ അക്കാര്യത്തിൽ ഒരു കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നു. 40ഓളം രാജ്യങ്ങളിൽ 50ഓളം പ്രത്യേക പദ്ധതികൾ ആ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കാനായി എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അങ്ങനെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ G20 സമ്മേളനത്തിന്റെ സമഗ്രമായ ചില ചർച്ചാവേദിയായി മാറുകയായിരുന്നു എന്ന് ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക സമ്മേളന വേദി, അല്ലെങ്കിൽ ആ ഫോറത്തിന്റെ സമ്മേളനം, അതുപോലെ തന്നെ മാർക്ക് കാർണിയുമായുള്ള കൂടിക്കാഴ്ച, നേരത്തെ നടന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, അത്തരത്തിലുള്ള വിവിധങ്ങളായ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. ജോർജിയോ മെലണിയുമായി കൂടിക്കാഴ്ച നടത്തി, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും നടന്നിരുന്നു. അത്തരത്തിൽ സമ്പന്നമായ ഒരു ഉഭയകക്ഷി ചർച്ചകൾക്ക് കൂടി ശേഷമാണ് ഭാരതത്തിലേക്ക് പ്രധാനമന്ത്രി തിരിച്ചത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.